സർ, സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് അടച്ചതോടുകൂടി എണ്ണ വിലയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് പലരെയും ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് നേരിട്ട് തന്നെ എന്നുള്ളതാണ് വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഫ്രാൻസ് അവരുടെ വാർഷിപ്പ് അങ്ങോട്ടേക്ക് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിലേക്ക് അയച്ചിരിക്കുന്നു. കാരണം അവിടെ ഇങ്ങനെ ഇറാൻ എപ്പോഴും പ്രതിസന്ധി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ശരിയാവില്ല. ഇവരുടെ ഊർജ ആവശ്യങ്ങളും ഒക്കെ നടത്തേണ്ടതാണ്, അവരുടെ എണ്ണ ഉപയോഗങ്ങളും നടത്തേണ്ടതാണ്. അതിനൊരു അറുതി വരുത്തണം എന്നുള്ളതാണ് ഫ്രാൻസ് ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം. അപ്പോ ഫ്രാൻസിന്റെ ഈ നീക്കം കൊണ്ട് ഇതിനൊരു മാറ്റം വരുമോ? ഈ എണ്ണവിലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ തീരുമോ? പ്രജിത, ഈ ഇന്നലെ ബാരലിന് $119 ആയിട്ടാണ് എണ്ണവില വർദ്ധിച്ചിരിക്കുന്നത്. ഇത് മറ്റേ യൂറോപ്പിലുള്ള സാമ്പത്തിക വിദഗ്ധരും എണ്ണ മേഖലയിൽ എണ്ണ വാണിജ്യം നടത്തുന്നവരുടെ കണക്കുകൂട്ടൽ പ്രകാരം ഇത് $150 ആയിട്ട് ഉടനെ ഉയരുന്നാണ് അവർ പറയുന്നത്. ബാരലിന് $150 ആയിട്ട്. ഇത് യൂറോപ്യൻ സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കും, വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും. ഇതിന്റെ പ്രധാന കാരണം എണ്ണയുടെ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് വഴിയാണ് ഏതാണ്ട് 30% ആഗോള എണ്ണ വ്യാപാരം നടക്കുന്നത്. എണ്ണയും അതുപോലെ തന്നെ പ്രകൃതി നമ്മുടെ ഗ്യാസ് ഉണ്ടല്ലോ, കുക്കിംഗ് അതിലെ ലിക്വിഫൈഡ് നൈട്രജൻ ഗ്യാസ്, അതൊക്കെ വരുന്നത് അതിന്റെ സപ്ലൈ വരുന്നത് ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് വഴിയാണ്. ഒരു തുറുപ്പ് ചീട്ടാണ് ഈ ഹോർമോസ് എന്ന് പറയുന്നത്. ആദ്യമേ തൊട്ട് അവർ അവകാശപ്പെട്ടിരുന്നു, ഞങ്ങൾ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് തടയും, അതോടുകൂടി നിങ്ങളുടെ സമ്പദ് വ്യവസ്ഥ മുഴുവൻ തകരുന്ന ഇറാൻ എല്ലാ രാജ്യങ്ങൾക്കും മുന്നറിയിപ്പ് നൽകി. ഇപ്പോ ഫ്രാൻസ് അവരുടെ ഒരു നാവിക വ്യൂഹത്തെ ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസിലേക്ക് വിന്യസിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വാർഷിപ്പ് പോവുക എന്ന് പറയുമ്പോൾ ഒരു വാർഷിപ്പ് മാത്രമല്ലല്ലോ പോവുക. അല്ല, ഒരു വാർഷിപ്പിന്റെ അതും ചാൾസ് ഡിഗോൾ എന്ന് പറയുന്ന വിമാനവാഹിനി കപ്പലിനെയാണ് ഫ്രഞ്ച് ഗവൺമെന്റ് നിയോഗിച്ചിരിക്കുന്നത് ഈ ഹോർമസിലേക്ക്. അത് കൂടാണ്ട് 8 ഫ്രിഗേറ്റുകൾ, പിന്നെ 2 ഹെലികോപ്റ്റർ കാരിയർ എന്നിവയും ഇതിനോടൊപ്പം തന്നെ നീങ്ങും. ഇത് ഈ എനർജി വിപണിയിലെ വിലക്കയറ്റമാണ് ഫ്രാൻസിനെ ഇതിന് പ്രേരിപ്പിച്ചിരിക്കുന്നതെന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് മെക്രോൺ പറയുന്നത്. അവര് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇറാനോട് വെറുപ്പൊന്നുമില്ല, ഞങ്ങൾ ഇറാനെ ആക്രമിക്കൊന്നുമില്ല, ഇറാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ടും അല്ല ഈ നാവിക വ്യൂഹത്തെ ഞങ്ങൾ വിടുന്നു. പക്ഷെ ഈ ഹോർമസ് സ്ട്രെയിറ്റ് വഴി വരുന്ന കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ശ്രമം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇറാനെ ആക്രമിക്കില്ല, പക്ഷെ ഇവർക്ക് വേണ്ടി ഒരു പ്രൊട്ടക്ഷൻ നൽകുക എന്ന് പറയുമ്പോൾ US-ന്റെ 3 വാർഷിപ്പുകളല്ലേ സർ ആ ഭാഗത്തുള്ളത്? അവര് കൂടുതലും എന്താ പറയുന്ന ഹോർമസ് സ്ട്രെയിറ്റിനെ കേന്ദ്രീകരിക്കുന്നതിന് പകരം ഇറാന്റെ ഇറാൻ, ലെബനൻ ഇത് തുടങ്ങിയ രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചിട്ടാണ് ഈ 3 കപ്പലുകളും അതിന്റെ ഇതും ഇതാക്കുന്നത്. ഏതാണ്ടൊരു ഫുൾ സ്കെയിൽ യുദ്ധമാണ് അവിടെ നടക്കുന്നത്. ഇപ്പൊ അമേരിക്കയുടെ താല്പര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇറാനിലെ ഭരണകൂടത്തെ മറിച്ചിട്ടിട്ട് ഈ മറ്റേ ആയത്തുള്ളതിനെ അവിടുന്ന് ഓടിക്കുകയോ കൊല്ലുകയോ എന്താന്ന് വെച്ചാൽ ചെയ്യാം, പുതിയ ആയത്തുള്ളതിനെ. അവരുടെ സുപ്രീം ലീഡർ ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് റസ പഹലവിനെ ഉൾപ്പെടെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഡെമോക്രാറ്റ് ആയിട്ടുള്ള വേറെ ആരെങ്കിലും അവിടെ ഭരണത്തിൽ അവരോധിക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ശ്രമിക്കുന്നത്. അപ്പൊ അവർ അതിൽ കൂടുതൽ കേന്ദ്രീകരിക്കും. മെക്രോൺ അവരുടെ നേവിനെ വിട്ടിരിക്കുന്ന ഈ ഹോർമസ് സ്ട്രെയിറ്റിലേക്ക് മാത്രമായിട്ടാണ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് വേറെ ഒരു താല്പര്യമില്ല ഹോർമസ് സ്ട്രെയിറ്റിൽ വരുന്ന കപ്പലുകൾക്ക് നേരെ. അവിടെ ഇറാൻ മാത്രമൊന്നുമല്ല, ഈ ഹൗത്തികളില്ലേ, ഹൗത്തികൾ എന്ന് പറഞ്ഞൊരു വർഗമുണ്ട്, പിന്നെ മറ്റ് ഇസ്ലാമിക് തീവ്രവാദികളുണ്ട്, അവരെല്ലാം അതെ അവരെ കൂടി ചേർന്നിട്ടാണ് കപ്പലുകളെ ആക്രമിക്കുന്നത്. അപ്പൊ അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ വിമാനവാഹിനി കപ്പൽ വിട്ടിരിക്കുന്നത് തന്നെ അവർ ചിലപ്പോൾ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസിലേക്ക് കയറൂല. അതിനകത്ത് യുദ്ധവിമാനങ്ങളുണ്ട്. ഈ യുദ്ധവിമാനങ്ങളും തീർച്ചയായിട്ടും ഈ ഹൗത്തികളെയും അതുപോലെ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിനെയും കൈകാര്യം ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് അവര് അങ്ങോട്ടേക്ക് ഈ നാവിക സേനയെ വിന്യസിച്ചിരിക്കുന്നത്. സർ, പക്ഷെ മക്രോൺ അങ്ങനെ ഒരു നീക്കം നടത്തുമ്പോൾ അത് ട്രംപിന് പൊതുവിൽ നീരസം ഉണ്ടാക്കില്ലേ? അപ്പോ ട്രംപും അതായത് US-ഉം ഫ്രാൻസും തമ്മിൽ
എന്തെങ്കിലും വിഷയം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? എങ്ങനെയാണത്? അല്ല, അത് ഇപ്പൊ ഹോർമസ് സ്ട്രേറ്റിലേക്ക് ഫ്രഞ്ച് നാവികസേന ഫോക്കസ് ചെയ്യുമ്പോൾ, ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അമേരിക്കനെ അത് ഇൻഡയറക്റ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുകയല്ലേ ചെയ്യുക. ഹോർമസ് സ്ട്രേറ്റിൽ നിന്ന് അമേരിക്കൻ കപ്പലുകൾക്കോ അതല്ലെങ്കിൽ മറ്റു യൂറോപ്യൻ കപ്പലുകൾക്കോ ഉണ്ടാവുന്ന ആക്രമണത്തെ ഫ്രഞ്ച് നേവി തടയും. അത് തടയും. പക്ഷെ ഇറാനെ ആക്രമിക്കാനായിട്ട് ഫ്രാൻസിന് താല്പര്യമില്ല താനും. ഇറാനെ ആക്രമിക്കില്ല. അവരെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഫ്രഞ്ച് നേവിക്കെതിരായിട്ട് ആക്രമണം നടന്ന അവർ തിരിച്ചടിക്കും, ശക്തമായിട്ട് തിരിച്ചടിക്കും. പക്ഷെ നേരിട്ട് പോവുകയും ചെയ്യും. ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു ഫുൾ സ്കെയിൽ യുദ്ധമാണ് നടക്കുന്നത്. ഇപ്പൊ അമേരിക്ക ഒന്ന് പതുക്കെ ആക്കിയിരിക്കുക. കാരണം കഴിഞ്ഞ ദിവസം അമേരിക്ക നടത്തിയ ഒരു മിസൈൽ ആക്രമണത്തില് ഇറാനിലെ ഒരു സ്കൂളിലെ 160ഓളം കുട്ടികൾ മരിച്ചു. അമേരിക്ക നടത്തിയ മിസൈൽ ആക്രമണം എന്നാണ് അവർ പറയുന്നത്. ഇസ്രായേലാണോ അമേരിക്കയാണോ മിസൈൽ ആക്രമണം നടത്തിയത് എന്ന് വ്യക്തമല്ല. ഇന്നലെ ഇപ്പോ കൺസർവേറ്റീവ് പാർട്ടിയിലെ ഒരു MP, അദ്ദേഹം ട്രംപിനോട് അടുത്ത വ്യക്തിയാണ്. അദ്ദേഹം ഇന്നലെ രാത്രി TV ചാനലിൽ വന്ന് പറഞ്ഞത് ഇസ്രായേൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണം, ഇങ്ങനെ ഇത്ര ഗൗരവമായിട്ട് എടുക്കരുത്, ഇത്ര സീരിയസ് ആയിട്ട് എടുക്കരുത് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിനായിട്ട് ഇവരോട് ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ടും വളരെ ഗൗരവമായിട്ടും വളരെ സൂക്ഷ്മതയോടും കൂടിയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അവരിപ്പോ ഒരു വിവാദത്തിലേക്ക് ഇറങ്ങാനായിട്ട് അവർക്ക് താല്പര്യമില്ല. അത് മാത്രമല്ല, ബെഞ്ചമിൻ നെതന്യാഹുവും പിന്നെ ട്രംപും തമ്മിൽ ദിവസം പ്രതി എന്നോളം ടെലിഫോണിൽ സംസാരിക്കേണ്ട എല്ലാ വിഷയങ്ങളും, അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അവരുടെ വ്യൂ പോയിന്റ് പറയാം. അതൊരു സോവറിൻ രാജ്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഫ്രാൻസ് ഇപ്പൊ ശരിക്കും ചെയ്യുന്നത് ഇൻഡയറക്റ്റ് ആയിട്ടും പരോക്ഷമായിട്ട് അമേരിക്കനെയും പിന്നെ ഇസ്രായേലിനെയും സഹായിക്കുന്ന ഒരു നിലപാടാണ്. കാരണം അവിടെയുമില്ല ഇവിടെയുമില്ല, എന്നാൽ ആക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ചടിക്കുകയും ചെയ്യും. അതെ 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 അത് അവിടെയുള്ള ഈ തീവ്രവാദികളെ, ഭീകരവാദികളെ ന്യൂട്രലൈസ് ചെയ്യുക അല്ലെങ്കിൽ ഡീആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫ്രഞ്ച് നേവിയുടെ ലക്ഷ്യം. അത് മാത്രമാണ് അവർ പറഞ്ഞത്. ഞങ്ങൾ അത്രേ ചെയ്യുള്ളൂ, മറ്റേ ഇറാനൊന്നും ഞങ്ങൾ ആക്രമിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറാന്റെ പ്രോക്സികളെ ആക്രമിക്കുന്നത് തന്നെ ഇറാനുള്ള അടിയായിട്ട് മാറുമല്ലോ സർ. അപ്പൊ അവർക്ക് സമ്മതിക്കേണ്ടി വരും ഞങ്ങളുടെ പ്രോക്സികളാണെന്നുള്ളത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഹൗത്തികൾ യുദ്ധം ചെയ്യണമെന്ന് സമ്മതിക്കേണ്ടി വരും. അവരോട് മാറി നിൽക്കാൻ പറയും. ആക്രമിക്കാന്ന് പറഞ്ഞ പ്രചരിക്കാറില്ല. ഈ ചാൾസ് ഡിഗോൾ എയർക്രാഫ്റ്റ് കാരിയറിലൊക്കെ യുദ്ധവിമാനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, മിസൈൽ ശേഖരമുണ്ട്. അവരതൊക്കെ എടുത്ത് പ്രയോഗിച്ചാൽ പിന്നെ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ ഈ തീവ്രവാദികൾക്ക്? പക്ഷെ ഒരു വിഭാഗം പറയുന്നത് ഇതൊക്കെ വെച്ചിട്ടാണെങ്കിൽ പോലും ഇവർ വലിയ പ്രത്യാക്രമണം നടത്തുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇറാൻ മാത്രമല്ല, ഇറാന്റെ ഈ ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ US-ഉം ഇസ്രായേലും ചേർന്നുകൊണ്ട് ഇറാനെ ആക്രമിച്ചത് അവരുടെ പ്രത്യാക്രമണവും ഒക്കെ കഴിഞ്ഞുകൊണ്ടുള്ള നീക്കം കൂടി നടക്കുന്നതിനിടയിൽ ഹോർമൂസിന്റെ ഭാഗം കൂടി ഒരു യുദ്ധമയമായിട്ട് മാറി എന്ന് പറയാം അല്ലേ സർ? ഹോർമസ് ഒരു യുദ്ധത്തിന്റെ ഭാഗമായിട്ട് മാറുക മാത്രമല്ല, പൊതുവെ ഒരു ചെറിയ ഭയമുണ്ട് അമേരിക്ക ഹോർമസ് സ്ട്രൈറ്റ് പിടിച്ചെടുക്കുകയില്ല. അതവര് പറയുകയും ചെയ്യുന്നുണ്ട്. അത് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇറാന്റെ ഒരു വശം തളർന്നു പോയ പോലെ അവർക്ക് വേറെ ഒന്നും പറയാനില്ല. പിന്നെ അവരിപ്പോ പറഞ്ഞ ഞങ്ങൾ തവിട് പിടിയാക്കും, അമേരിക്കനെ തകർക്കും, ഇസ്രായേലിനെ തകർക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നവര് ഇപ്പൊ ഒന്നും അവര് പേടിച്ചിട്ടിരിക്കുകയാണ്. അവര് നന്നായിട്ട് ഭയപ്പെട്ടിട്ടുണ്ട്. അത് അവരുടെ സ്റ്റേറ്റ്മെന്റ്സ്, അവരുടെ രാഷ്ട്രീയ നേതൃത്വം നൽകുന്ന സ്റ്റേറ്റ്മെന്റ്സ് എന്ന് മനസ്സിലാക്കാം. അത് മാത്രമല്ല, ഈ റസ പഹ്ലവി എപ്പോ വേണമെങ്കിലും എന്താ പറയുന്ന അമേരിക്കൻ സൈനിക സഹായത്തോടുകൂടി ഇറാനിലേക്ക് വരുന്നത് നമുക്ക് തള്ളിക്കളയാനാവില്ല.